വളരെ മോശം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കല്. പക്ഷെ നിധി അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കൊച്ചിയിൽ ഇപ്പൊ 2 മണി കഴിഞ്ഞു. മഷിയിട്ട് നോക്കിയാൽ ഒരു കുതിര കിട്ടൂല. എന്തിന്? മഷിയിട്ട് നോക്കാൻ മഷി പോലും കിട്ടൂല. വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ വെറുപ്പിക്കുന്നതിന്. എന്നെ ഇപ്പൊ കണ്ട രൺബീർ കപൂറിനെ പോലെയില്ലേ? രൺബീർ കപൂറായിട്ടുണ്ട്. നമ്മളും കൂടെ കോമലായി പോളി അവസ്ഥയിലായി. ഓടും കഴുത ചാടും കഴുത മതി, അവൾ എന്നെ സൈക്കോ ക്ഷമയാക്കാം. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. ആകെ എനിക്ക് ഈ സിനിമയില് നമ്മുടെ ലാല്, ഇപ്പൊ പറഞ്ഞ ലാല്, താടി ലാല് അപ്പൊ വന്താൻ തലവരവ എബിയുടെ ഒട്ടായ ഡാഡി മൊത്തത്തിൽ കഥ മാറ്റിക്കളഞ്ഞു. ലൈഫ് ഈസ് എ വൺ മാൻ ഷോ. അരെ വാ വാ, വാട്ട് എ കോട്ട്. താങ്ക് യു. ഇത് ഞാൻ തന്നെ അളവ് കൊടുത്ത് എപ്പിസോഡാണ്. ഈ ഒരു അപരാധം കണ്ടിട്ട് ഇറങ്ങി ഓടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലാലാണ്. എന്നെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല. എന്റെ അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ല. ഞാനും ഒന്നൊക്കെ നല്ല ജോലി തിരക്കിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ നിനക്ക് 2 തന്നേനെ. ലാലിന്റെ പെർഫോമൻസ്, ആ ക്യാരക്ടർ, അതാണ് ഞാൻ പറഞ്ഞേ. എബി പറ. ഇല്ല പറഞ്ഞോ. കുഴപ്പമില്ല, എബി പറ. ആര് പറഞ്ഞോന്ന് ഞാൻ പറയാം. പൂങ്കോഴിയുടെ മുട്ട കിട്ടത് തത്തക്ക് എന്തിന്റെ വട്ട, എഴുന്നേറ്റ് പോടാ പൊട്ട. അതുപോലെ ലാല് ഈ സിനിമക്കകത്ത് ആ ക്യാരക്ടർ ലാല് ചെയ്തപ്പോൾ എന്ത് രസാ. ബോറടിക്കാറുണ്ടോ? എന്തിനാ പ്രപ്പോസ് ചെയ്യാനെങ്ങാനാണോ? ഒരുപാട് സീൻസ് ഉണ്ട് ലാലിന്റെ ഡയലോഗ് ഡെലിവറി. എന്താ പേര്? മാലിനി. പുള്ളി എക്സെൻട്രിക് ക്യാരക്ടർ, ഇതിലുള്ള എല്ലാ എക്സെൻട്രിക് വള്ളി പൊട്ടിയ ക്യാരക്ടേഴ്സ് ആണ്. അവിടെയാണ് ലാല് പിടിച്ചു നിന്നത് എന്നുള്ളതാണ്. ഹായ് മാലിനി, പണ്ടാറടങ്ങാൻ നീ അവളോ അഴക്. സത്യത്തിൽ മാലിനെ ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടായി. ഐ ലവ് യു മാലിനി. അൺബിലീവബിൾ.